ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. യുക്രൈൻ അധിനിവേശത്തിന് റഷ്യൻ സേന വലിയ വില കൊടുക്കുന്നതായി ബ്രിട്ടീഷ് സായുധ സേനാ മേധാവി അഡ്മിറൽ ടോണി റഡാക്കിൻ. കഴിഞ്ഞ മാസം റഷ്യൻ സേനയ്ക്ക് വലിയ തോതിൽ ആൾനാശമുണ്ടായി. ഓരോ ദിവസവും കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന റഷ്യൻ സൈനികരുടെ ശരാശരി എണ്ണം 1500 അദ്ദേഹം BBC-യോട് പറഞ്ഞു. 2.5 വർഷം പിന്നിട്ട അധിനിവേശത്തിൽ റഷ്യൻ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആൾനാശം നേരിട്ട സമയമാണിത്. റഷ്യൻ സേന യുക്രൈനിൽ മുന്നേറുന്നതായി അഡ്മിറൽ സമ്മതിച്ചു. എന്നാൽ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി വലിയ വിലയാണ് റഷ്യൻ സേന നൽകുന്നത്. റഷ്യൻ സർക്കാർ പൊതുചെലവിൻ്റെ 40% യുദ്ധാവശ്യത്തിന് ഉപയോഗിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഇതോടൊപ്പം തന്നെയുള്ള മറ്റൊരു വാർത്തയുമാണ് മോസ്കോയിൽ വൻ ഡ്രോൺ ആക്രമണം. 34 ഡ്രോണുകളാണ് യുക്രൈൻ തൊടുത്തത്. മോസ്കോ ലക്ഷ്യമിട്ട് യുക്രൈൻ സേന നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. ഡ്രോണുകളെല്ലാം വെടിവെച്ചിട്ട് ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് റഷ്യ അറിയിച്ചു. ഒരാൾക്കു പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. മോസ്കോയിലെ 3 വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടു. 36 സർവീസുകൾ വഴിതിരിച്ചു വിടേണ്ടി വന്നു. റഷ്യയിലെ ബ്രിയാൻസ്കിലുള്ള ആയുധപ്പുരക്കു നേർക്കും ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് യുക്രൈൻ അറിയിച്ചു. ഇതേസമയം റഷ്യൻ സേന യുക്രൈനിൽ 145 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. കൂടുതൽ അപ്ഡേറ്റ്സിനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.